നമസ്കാരം. ഇന്നൊരു കിടിലം കുക്കിംഗ് വീഡിയോ ആണ്. സ്പെഷ്യൽ വായിൽ കൊതിയോറുന്ന ബീഫ് ഫ്രൈ. അപ്പം ഇറച്ചി മേടിക്കാനായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലോട്ടുള്ള ഒരു യാത്രയിലാണ്. പെട്ടെന്ന് പോയി നമുക്ക് നല്ല കിടിലം ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രൈ ആക്കി കഴിക്കാം. ജോയിൻ വിത്ത് മീ. ഇറച്ചി മേടിക്കാൻ നേരെ കൗണ്ടർ വന്നപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. കോഴി, ആട്, പോത്ത്, കുടല്, കാല്, കൈ എല്ലാം ഉണ്ട്. ഞാൻ നേരെ നമ്മുടെ ഇന്ത്യൻ ബീഫ് 1 കിലോ ഓർഡർ ചെയ്ത് നമ്മൾ ചിലക്ക എടുത്ത് തൂക്കിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെന്ന് നേരെ റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് പാത്രത്തിൽ കൊണ്ടിട്ട് ചട്ടിയിലിട്ടിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് 5-6 വെള്ളം ഒക്കെ വൃത്തിയായിട്ട് അങ്ങ് കഴുകി എടുത്തിട്ട് നേരെ കുറച്ച് ബീഫ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങോട്ടിട്ട് പിന്നെ നമ്മുടെ അടിപൊളി ഫ്ലേവർ കിട്ടാൻ വേണ്ടി കരിയാപ്പില ഇട്ടിട്ട് ഇതിനെല്ലാം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. എന്നിട്ട് എല്ലാത്തിനും മിക്സ് ചെയ്തിട്ട് മസാല പിടിക്കാൻ അങ്ങോട്ട് മാറ്റി വെക്കുക. ഇറച്ചി വിടുന്ന മസാല പിടിക്കുന്നതിന് തീ കത്തിച്ചൊരു പാൻ ചൂടാകുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് തേങ്ങാക്കത്തില്ലാതെ മലയാളിക്ക് ഒരു ബീഫ് ഫ്രൈ ഇല്ല. കൂട്ടത്തിൽ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ട് നല്ലോണം ഇതിനൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കും. ഇത് നല്ലപോലെ ഫ്രൈ വരുമ്പോഴത്തേക്കും നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇട്ടിട്ട് വീണ്ടും ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇറച്ചി മസാല പിടിച്ചാലും അതിനൊരു കുക്കറിൽ ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ചിട്ട് ഓണാക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ മസാല നമ്മുടെ ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കിന് കുക്കർ കൂവിയിട്ട് പറയും ബീഫ് റെഡിയായി മച്ചാനെ, ബീഫ് റെഡിയായിരുന്നു. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തില്ല. എന്നിട്ട് തന്നെ ബീഫിലെ വെള്ളം കണ്ടു. അതിനൊരു പാത്രം വെച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കുക. കൂട്ടത്തിൽ കുറച്ച് കരിയാപ്പില ഇടുക. അത് നല്ല വറ്റി വരുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൂത്ത് ഉള്ളി എല്ലാം കൊണ്ട് നടത്തിയിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് കരിയാപ്പിലൂടെ അവിടെ ഇവിടെ മാറിയിട്ടിട്ട് 3 ചപ്പാത്തിലൂടെ ഞാൻ ബീഫ് കഴിച്ചു. പൊറോട്ട ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ പൊളിച്ചാനെ. സത്യം പറഞ്ഞാൽ സ്വർഗം മാമാ, സ്വർഗം അന്യായം.